നമസ്കാരം. ഈ ഒരു ന്യൂസ് നമ്മൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചൈന ബാൻസ് എക്സ്പോർട്ട് ഓഫ് ക്രിട്ടിക്കൽ മിനറൽസ് ടു US ആസ് ട്രേഡ് ടെൻഷൻസ് എസ്കലേറ്റ്. അതായത് ചൈന US ചില ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ എക്സ്പോർട്ട് ബാൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രംപ് എലക്റ്റ് ആയതിനു ശേഷം അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ ചൈനീസ് സാധനങ്ങളുടെ പല ചൈനീസ് കമ്പനികൾക്കും കൂടുതൽ താരിഫ് വരുത്തുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചൈന തിരിച്ച് അമേരിക്കയിലോട്ട് കുറച്ച് മിനറൽസിൻ്റെ എക്സ്പോർട്ട്സ് ബാൻ ചെയ്തു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഏതൊക്കെയാണ് ഈ മിനറൽസ് അല്ലെങ്കിൽ അതിന് എന്തൊക്കെയാണ് പ്രധാനം എന്ന് നോക്കുക. ഇത് പറയുന്നത് ക്രിട്ടിക്കൽ മിനറൽസ് ലൈക്ക് ഗലിയം, ജെർമേനിയം ആൻഡ് ആൻറ്റിമണി ദാറ്റ് ഹാവ് വൈഡ് സ്പ്രെഡ് മിലിറ്ററി ആപ്ലിക്കേഷൻ എസ്കലേറ്റ് ട്രേഡ് ടെൻഷൻസ് ദ ഡേ ആഫ്റ്റർ വാഷിങ്ടൺസ് ലേറ്റസ്റ്റ് ക്രാക്ക് ഡൗൺ ഓൺ ചൈനാസ് ചിപ്പ് സെക്ടർ. അപ്പോൾ ചൈനയിലെ മെയിൻലി അവരുടെ ഒരു എക്സ്പോർട്ടായുള്ള സെമി കണ്ടക്ടേഴ്സും മറ്റു കാര്യങ്ങളോടുള്ള ഒരു പ്രോഡക്റ്റ് അമേരിക്കയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ താരിഫ് കൊണ്ടുവന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത് തിരിച്ച് അവർ ചൈന കൊടുത്തിരിക്കുന്ന ഒരു പണി എന്ന് പറയുന്നത് ചില മിനറൽസിൻ്റെ എക്സ്പോർട്ട്സ് അവർ ബാൻ ചെയ്തു എന്നുള്ളതാണ്. ഇനി ഈ മിനറൽസിൻ്റെ യൂസേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഈ ഒരു മിനറൽസിന് ഗലിയം ആൻഡ് ജെർമേനിയം ആർ യൂസ്ഡ് ഇൻ സെമി കണ്ടക്ടേഴ്സ് വൈൽ ജെർമേനിയം ആർ ഓൾസോ യൂസ്ഡ് ഇൻ ഇൻഫ്രാറെഡ് ടെക്നോളജി, ഫൈബർ ഒപ്റ്റിക് കേബിൾസ് ആൻഡ് സോളാർ സെൽസ്. ആൻറ്റിമണി ഈസ് യൂസ്ഡ് ഇൻ ബുള്ളറ്റ്സ് ആൻഡ് അതർ വെപ്പണറി വൈൽ ഗ്രാഫൈറ്റ് ഈസ് ലാർജസ്റ്റ് കോമ്പണൻറ്റ് ബൈ വോളിയം ഓഫ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ബാറ്ററീസ്. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററീസിൽ യൂസ് ചെയ്യുന്ന ഈ ഗ്രാഫൈറ്റിൻ്റെ ഒരു എക്സ്പോർട്ട്സും ചൈന നിർത്തിവെച്ചായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കോൾ അടിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മൾ ഇന്നത്തെ കമ്പനിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ട്രംപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചൈനീസ് വെഹിക്കിൾ നിർമ്മാതാക്കളെല്ലാവരും വളരെയധികം പിന്നെന്താ പറയുക പരിതാപകരമായ ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൈന ഓൾറെഡി ജപ്പാൻ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു. ജപ്പാനിലെ നിസാൻ പോലത്തെ കമ്പനികളെല്ലാം വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവരും വേൾഡ് ന്യൂസ് കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ട്രംപ് അവരുടെ ഒരു ഇതിലും ഇലക്ട്രിക്കൽ വെഹിക്കിൾ സെക്ടേഴ്സിലൂടെ അവർ തിരിയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിനറലാണ് ഗ്രാഫൈറ്റ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഗ്രാഫൈറ്റിൻ്റെ വലിയൊരു എക്സ്പോർട്ടായുള്ള ചൈന ഈ എക്സ്പോർട്ട് ബാൻ ചെയ്തിരിക്കുകയാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണ് HEG ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി. ഈ കമ്പനിയുടെ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് റോഡുകളാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ എന്താ പറയുക ഈ ഒരു കമ്പനിക്ക് ഇത്തരം ഒരു ഡിസിഷൻസിൽ ഏറ്റവും കൂടുതൽ കോൾ അടിച്ചത് അവരാണെന്ന് കാണാൻ പറ്റുന്നതാണ്. HEG ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി, ഈ കമ്പനിയുടെ പറ്റിയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവരുടെ ഷെയർ അനാലിസിസ് ആണെന്ന് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ എന്താണെന്ന് ചോദിച്ചാൽ ഗ്രാഫൈറ്റ് 99%, അതുപോലെ തന്നെ പവർ ഇത്തരം കാര്യങ്ങളിലാണ് 1% ആണെന്ന് കാണാൻ പറ്റും. ഇവർ വേൾഡ്സ് ലാർജസ്റ്റ് സിംഗിൾ സൈറ്റ് ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് പ്ലാന്റ് അണ്ടർ വൺ റൂഫ് ആണെന്ന് കാണാൻ പറ്റും. ഒരു വലിയ ഒരു ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് പ്ലാന്റ് ആണ് ഇവരുടെ. ഇന്ത്യയിൽ തന്നെ വലിയ കമ്പനിയാണെന്ന് കാണാൻ പറ്റും. ഇനി ഈ കമ്പനി നമുക്ക് ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും December 3, 2024 ഇനി HEG ലിമിറ്റഡിൻ്റെ ഡിസംബറിന് ശേഷമുള്ള ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഡിസംബറിന് ശേഷം ഈ കമ്പനിയുടെ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. December 2-ന് 438 രൂപ ഉണ്ടായിരുന്ന കമ്പനി ഈ ഒരു ന്യൂസ് December 3-ന് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഷെയർ പ്രൈസസ് കുതിച്ച് 581 രൂപയിലോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും ഈ ഒരു അവസ്ഥ സ്റ്റേബിളാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇതിൽ ഇനിയും ഈ ഒരു കമ്പനിക്ക് ഒരു മികച്ച ഒരു ഫ്യൂച്ചർ ഉണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ആസ് ഓഫ് കറൻറ്റ് ഡാറ്റാസാണ് നമ്മൾ നോക്കുന്നത്. അത് എത്രത്തോളം നല്ലതാണെന്നുള്ള കാര്യം നോക്കുന്നത്. മാർക്കറ്റ് ക്യാപ്പ് 10,451 കോടി രൂപയാണ്. കറൻറ്റ് പ്രൈസ് 542 രൂപയാണ്. 620-ന് മുമ്പ് ഇതിന് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. സ്റ്റോക്ക് PE 57.4 അത് ഇൻഡസ്ട്രി PEയുടെ ഒരുപാട് മുകളിലാണെന്ന് കാണാൻ പറ്റും. ഇതൊരു നെഗറ്റീവ് റിമാർക്കായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ROCയും ROEയും 10-ന്റെ ബിലോ ആണെന്ന് കാണാൻ പറ്റും. ROC 8.54-ഉം ROE 7.14-ഉം അത്ര ഇമ്പ്രൂവ്ഡ് അല്ലെങ്കിൽ അത്ര ബെറ്റർ ആണെന്ന് അല്ല എന്ന് കാണാൻ പറ്റും. പിന്നെ ലയബിലിറ്റീസ് കമ്പനിക്ക് അത്യാവശ്യം ഉണ്ടെന്ന് കാണാൻ പറ്റും. 1094 കോടി രൂപയുടെ കറണ്ട് ലയബിലിറ്റിയും 98 കോടി രൂപയുടെ കണ്ടിൻജന്റ് ലയബിലിറ്റിയും ഉണ്ടെന്ന് കാണാൻ പറ്റും. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഓണേഴ്സിൻ്റെ കയ്യിൽ തന്നെ 55.8 ഇതുണ്ട്. അത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പ്രൊമോട്ടേഴ്സ് എപ്പോഴും 50% എബോവ് ഉണ്ടാവുന്നത് ഡിസിഷൻസും മറ്റും കാര്യങ്ങളും
എടുക്കാൻ പ്രൊമോട്ടേഴ്സിന് ചെയ്യാൻ പറ്റും എന്ന് കാണാൻ പറ്റും. ഇനി ഇവരുടെ പ്ലെഡ്ജ് ചെയ്തിട്ടില്ല എന്ന് കാണാൻ പറ്റും. ഡെപ്റ്റ് ടു ഇക്വിറ്റി ഓൾമോസ്റ്റ് സീറോ ആണെന്ന് കാണാൻ പറ്റും. ഒരു 2% ഡെപ്റ്റ് ടു ഇക്വിറ്റിയുടെ ബിലോ വരുന്ന കമ്പനികളെല്ലാം ബെറ്റർ ആണെന്ന് കാണാൻ പറ്റുന്നതാണ്. ഇനി ഇവരുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇതാണ് ഗ്രാഫിൻ്റെ ജസ്റ്റ് ഈ നമ്മൾ പറഞ്ഞു December 3 ഓൺവേർഡ്സ് കമ്പനിയുടെ ഗ്രാഫ് എല്ലാം ഇംപ്രൂവ്ഡ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് മുകളിലോട്ടുള്ള റാലിയാണെന്ന് കാണാൻ പറ്റും. ഇനി ഇവരുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജസ്റ്റ് നമ്മളുടെ ക്വാർട്ടർലി റിസൾട്ട്സ് എല്ലാം നോക്കുകയാണെങ്കിൽ അത്ര ബെറ്റർ ആണെന്ന് തോന്നുന്നില്ല. സെപ്റ്റംബർ 2024 സെയിൽസ് നടന്നിരിക്കുന്ന 568 കോടി രൂപയാണ്. ഇത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ 614 കോടി രൂപയാണ്. ഇമ്പ്രൂവ്ഡ് അല്ല എന്ന് തന്നെ കാണാൻ പറ്റും. കാരണം ഈ വർഷത്തെ ക്വാർട്ടർ കഴിഞ്ഞ വർഷത്തെ സെയിം ക്വാർട്ടറായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഇനി ഇവരുടെ ഒരു എക്സ്പെൻസസ് മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും മെറ്റീരിയൽ കോസ്റ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, എംപ്ലോയി കോസ്റ്റും കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം. 17%ഓളം ഇപ്പോൾ അവർക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്. ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ 8%, 7% ആയിരുന്നു കഴിഞ്ഞ ക്വാർട്ടറുകളിൽ എന്ന് കാണാൻ പറ്റും. അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ടാക്സ് ഓൾമോസ്റ്റ് അവർ കഴിഞ്ഞ ക്വാർട്ടറിൽ 3% അടച്ചിരുന്നത്, ഈ പ്രാവശ്യം 20% അടച്ചിട്ടുണ്ട് എന്നും ഒരു ഇറ്റ്സ് ഓക്കെ എന്ന് പറയാൻ പറ്റും. നെറ്റ് പ്രോഫിറ്റ് 82 കോടി രൂപയാണ് ഈ ഒരു ക്വാർട്ടറിൽ കിട്ടിയിരിക്കുന്നത്. ഇതേ കഴിഞ്ഞ വർഷം ക്വാർട്ടറിൽ ഏകദേശം 96 ഉണ്ടായിരുന്നു. ഇമ്പ്രൂവ്ഡ് അല്ല എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇയർലി ബേസിസ് നോക്കുകയാണെങ്കിൽ TTM വാല്യൂസ് നോക്കുന്നതും കുറച്ച് ബെറ്റർ ആയിരിക്കും. ട്രെയിലിംഗ് 12 മന്ത് കഴിഞ്ഞ 12 മാസം 2248 കോടി രൂപയാണ്. അത് കഴിഞ്ഞ ഒരു മാർച്ച് അവസാനിച്ച വർഷത്തിലേറെ സ്വല്പം കുറവാണെന്ന് കാണാൻ പറ്റും. എക്സ്പെൻസസ് ഇനി ഇവരുടെ എക്സ്പെൻസസിൻ്റെ ജസ്റ്റ് ഒരു ഇയർലി ബേസിസ് എക്സ്പെൻസസ് നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് എല്ലാം മാർച്ച് 2024 അവസാനിച്ച വർഷം നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് എല്ലാം ഹൈലി ഇംപ്രൂവ്ഡ് ആണ്, ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. 2023 37.16% ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 48.11%, 11% ആണ് കാണാൻ പറ്റും. മാനുഫാക്ചറിങ് കോസ്റ്റ് സ്വല്പം കുറഞ്ഞിട്ടുണ്ട്, എംപ്ലോയി കോസ്റ്റ് കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ മദർ കോസ്റ്റും സ്വല്പം കുറഞ്ഞിട്ടുണ്ട് കാണാൻ പറ്റും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനാണ് മറ്റൊരു കാര്യം. ഇയർലി ബേസിസ് നോക്കുമ്പോൾ അവർക്ക് ട്രെയിലിംഗ് 12 മന്ത് TTM നോക്കുമ്പോൾ 12% ആണ് പ്രോഫിറ്റ് മാർജിൻ. അത് മാർച്ച് 24 വരെയുള്ള മാസങ്ങളിൽ 16% ആയിരുന്നു കാണാൻ പറ്റും. ഇനി ടാക്സ് ഇയർലി ബേസിസ് അവർ 2021 എല്ലാം അടച്ചിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റേഴ്സ് വളരെയധികം കുറഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനാലിസിസ് നോക്കുന്നത്. ഈ ഒരു അനാലിസിസിൽ ഇനി ഇവരുടെ ഫിക്സഡ് അസറ്റ്സ്, ലാൻഡ്, ഇതെല്ലാം ഓൾമോസ്റ്റ് അവർ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. കഴിഞ്ഞ 2024 മാർച്ച് അവസാനിച്ചിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ലാൻഡ് നോക്കുമ്പോൾ അവർ ഓൾ ടൈം ഹൈ ആയിട്ട് 43.78 crore ലാൻഡ് അവർ അക്വയർ ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ബിൽഡിങ് 589.34 crore ബിൽഡിങ്സിൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി 2295 കോടി രൂപയുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി, എക്യുപ്മെൻറ്റ്സ് 13.15, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് 778, റെയിൽവേ സൈഡിങ് 6.47, വെഹിക്കിൾസ് 18.87. ഇത്തരം ഇവരുടെ നിർമ്മാണ ചെലവുകളെല്ലാം ഫിക്സഡ് അസറ്റ്സ് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഷെയർ ഹോൾഡിംഗ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ ഓൾമോസ്റ്റ് അവരത് കീപ്പ് ചെയ്യുന്നുണ്ട് 55.77%. FIAs സ്വല്പം സ്ലൈറ്റ്ലി അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 6.93, കഴിഞ്ഞ പ്രാവശ്യം അത് 6.06 ആയിരുന്നു. DIAസും സ്വല്പം താഴോട്ടാണ് വന്നിരിക്കുന്നത്, 13.08 ഉണ്ടായിരുന്നു, അതിപ്പോൾ 12.79 ആണ്. പബ്ലിക് 25.08% നിന്ന് 24.51% താഴ്ന്നിരിക്കുന്നു എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ കമ്പനി അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനി അല്ല എന്ന് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഈ അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഗ്ലോബൽ ഇതിൽ ഈ കമ്പനിക്ക് ഒരുപാട് പ്രോഫിറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ബിക്കോസ് കമ്പനിയുടെയൊക്കെ ഒരു ഫ്യൂച്ചർ നമുക്ക് കാണാവുന്നതാണ്. ഇലക്ട്രിക്കൽ വെഹിക്കിൾ മാനുഫാക്ചറിങ് സെക്ടറിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ബാറ്ററി മാനുഫാക്ചറിങ് സെക്ടറിൽ ഗ്രാഫൈറ്റ് ഈസ് ആൻ എസെൻഷ്യൽ തിങ്. സോ ഗ്രാഫൈറ്റ് ഉണ്ടാക്കുന്ന സ്വല്പം കമ്പനികളുള്ളൂ. ഈ കമ്പനികളുടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ റവന്യൂ വരുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് ഇന്ത്യയിൽ നിന്നല്ല എന്ന് കാണാൻ പറ്റും. ഇന്ത്യയിലെ ജിയോഗ്രഫിക്കൽ സ്പ്ലിറ്റിലെ റവന്യൂ 31%
പെർസെൻറ്റേജേ ഉള്ളൂ. 69% അവർ എക്സ്പോർട്ടിലൂടെയാണ് കമ്പനി പ്രോഫിറ്റ് വാങ്ങിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ കമ്പനിക്ക് വലിയൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് കാണാൻ പറ്റും. ബട്ട് ഫിനാൻഷ്യലി അത്ര ഒരു നല്ല കണ്ടീഷൻസ് അല്ല. ബട്ട് നല്ലൊരു അവസരം കമ്പനിയുടെ മുന്നിലുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഡിസ്കഷനിൽ. ഇതൊരു ഒരിക്കലും ഒരു ഷെയർ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഇത്തരം കാര്യങ്ങളിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുടെയും സ്വന്തം അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക എന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യാണ്.